ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. മക്കളെ, ഞാൻ ഇന്നലെ എന്താ പറയുക, ഗാന്ധി ഭവൻ എനിക്ക് ഇങ്ങനെ കുറച്ച് ഓണത്തിന് മുമ്പേ ഒരു മനസ്സിലൊരു തോന്നലുണ്ടായി, ഗാന്ധി ഭവനിലൊന്ന് പോകണം, എല്ലാവരും ഒന്ന് കാണണം. അങ്ങ് ഒരു എന്തോ ഉള്ളിനകത്ത് അത്രയ്ക്കൊരു ഒരു ഒരു ഒരിക്കലും അത് പോയേ പറ്റൂ, അതുപോലൊരു ചിന്ത എനിക്ക് വന്നു. രാത്രി ഉറങ്ങാൻ നേരത്ത് ഇങ്ങനെ ചിന്തിക്കും, എനിക്ക് പോകണമെന്ന്. അങ്ങനെ പിന്നെ ഓണമൊക്കെ ആയി, മക്കളൊക്കെ വന്ന് അതൊക്കെ പിന്നെ അങ്ങ് മറന്ന്. പിന്നെ ഒരു സാഹചര്യം വന്നു. കാരണം പിന്നെ ദൈവത്തിന് പറഞ്ഞു തരാൻ പറ്റുമോ, ഇങ്ങനെ നീ പോകണം. അതിന് നമുക്ക് തന്നെ ഒരു കാര്യം ഒരുക്കി തന്നു. അപ്പോൾ വീണ്ടും തോന്നി പോകണമെന്ന്. അങ്ങനെ ഞാൻ പോയി. രാവിലെ ഒരു ഓട്ടോ വിളിച്ച് അവിടെ പോയി. എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് ഓട്ടോക്കാരനെങ്കിൽ പോരുന്നു. പിന്നെ എന്നെ വൈകിട്ടോ, ഞാൻ അന്ന് വരാനായിട്ടല്ല പോയത്, അവിടെ തങ്ങണമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പം വൈകുന്നേരം എൻ്റെ അത്രയ്ക്ക് സന്തോഷം അനുഭവിച്ചു. അവിടെ അത്രമാത്രം ആനന്ദം ഉണ്ടായിരുന്നു. എല്ലാവർക്കും സന്തോഷവും സ്നേഹവും, സ്നേഹതീരം തന്നെയാണ് അത്. അപ്പോൾ ആ സ്നേഹമൊക്കെ കിട്ടിയപ്പോൾ പിന്നെ എന്താ അന്ന് തന്നെ വരത്തില്ല എന്ന് കരുതി പോയത്. എനിക്ക് യാത്ര ചെയ്താൽ അന്ന് തിരിച്ച് വരുമ്പോൾ ഇല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ നേരത്തെ കൂട്ടി അവിടെ വിളിച്ച് പറഞ്ഞ് എനിക്കന്ന് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് എന്നെ കൊണ്ട് അപേക്ഷയൊക്കെ എഴുതി വെച്ചു. അവസാനം എന്നോട് സ്നേഹിച്ച് നിന്നവരൊക്കെ പകൽ 5:30 മണിയോ അങ്ങോട്ടായപ്പം അവരെല്ലാം പോകാൻ തയ്യാറായി. എപ്പോഴും ഞാനും അന്നേരം ഒന്ന് പോകുക. അയ്യോ, ഞാൻ അപേക്ഷയൊക്കെ എഴുതി കൊടുത്തല്ല, അന്ന് പോകണ്ടെന്ന് പറയാം. എനിക്ക് ഉച്ചയ്ക്ക് ആഹാരമൊക്കെ തന്നിട്ട് എനിക്ക് വിശ്രമിക്കാൻ നല്ലൊരു ബെഡും ഒക്കെ മുറിയൊക്കെ തന്നു. അവിടെ 1-2 മണിക്കൂറോളം വിശ്രമിച്ചു. എന്നിട്ട് പിന്നെ വൈകിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ അവിടെ പകൽ വന്നവരൊക്കെ ഉദ്യോഗത്തിലിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ ധരിച്ച് അവിടെ ഉള്ളവർ തന്നെയായിരിക്കുന്നു. എല്ലാവരും ഓരോരുത്തർ 5-5:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകാതിരിക്കുമ്പോൾ ഞാനും വിചാരിച്ചിരുന്നു എനിക്കും പോകണം. അപ്പോൾ അവർ വേണ്ടമേ പോകണ്ട, ഇപ്പോൾ സിസ്റ്റർമാർ നേഴ്സുമാർ വരും. അപ്പോൾ ഞാൻ അതെനിക്ക് പരിചയം ഇല്ലാത്തവരല്ലേ, ഇന്ന് പകൽ മൊത്തം പരിചയമുള്ളവരായിരുന്നല്ലോ ഇവിടെ നിന്നത് പോകുന്നത്, പിന്നെ പരിചയം ഇല്ലാത്തവരല്ലേ വരുന്നത്. അതുകൊണ്ട് എനിക്കും പോയേ പറ്റൂ. ഉള്ളിലൊരു വിപ്രതി, ഇപ്പോൾ ഇനി തിരിച്ചു വരണമെന്ന്. അങ്ങനെ പിന്നെ ഈ ഓട്ടോക്കാരത്തെ ഞാൻ പറഞ്ഞിരുന്നു വിളിച്ചാൽ വരണേ. അപ്പോഴും തന്നെ വന്നു. 7 മണിയായപ്പം വീട്ടിലെത്തി. സന്തോഷം, എന്ത് സ്നേഹം. അവരുടെ പ്രാർത്ഥനയെ പങ്കുകൊണ്ട് ചെന്നപ്പോഴേ നമ്മളെ സ്വീകരിച്ചിരുത്തും. പിന്നെ ഒരു ചുക്ക് കാപ്പി തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആഹാരം, അത് പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ്. നല്ല പ്രാർത്ഥന, എല്ലാ മതത്തിനെയും ഉൾക്കൊണ്ടുള്ളൊരു പ്രാർത്ഥന. ഒരു പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും പല രീതിയിൽ അവിടെ പ്രഭാഷണമുണ്ട്, എല്ലാം ഉണ്ട്. ഞാനും എന്നെ ഒക്കുന്ന ഒരു നാമമൊക്കെ ചൊല്ലി 2-3 വാക്കുകളൊക്കെ പറഞ്ഞു. ആദ്യമായിട്ടാണ് അങ്ങനെ മൈക്ക് കൂടെയൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞത്. അത് എനിക്ക് പാട്ടൊക്കെ ഞാൻ മൊബൈലിൽ വെച്ചോണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് മൊബൈലിൽ നോക്കുമ്പോൾ മനസ്സിൽ ഏകാഗ്രമായിട്ട് ലയിച്ചപ്പോൾ മരി നോക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ശീലം വേണം. നോക്കുമ്പോൾ തെറ്റൊക്കെ ചൊല്ലി, എന്നാലും അത് ആരും മനസ്സിലായില്ലെന്നാണ് പറയുന്നത്. അവർക്കൊക്കെ സന്തോഷമായി. അങ്ങനെയാണ് പറഞ്ഞത്. എനിക്കും സന്തോഷം. എനിക്ക് പിന്നെ എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ആ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എനിക്ക് പോരാന്നത് തന്ന് ഇങ്ങനെ ആദരിച്ച് ഇത് തന്ന് എന്നെ ആദരിച്ച്, എന്നിട്ട് പോരാൻ നേരം ഫ്രെയിം ചെയ്ത് ഇത് എന്നെ ഏൽപ്പിച്ചു. ഇതിൽ എന്താ പറഞ്ഞേക്കുന്നേ, ശ്രീമതി രത്നാഭായിക്ക് അങ്ങനെ നോക്കാൻ തിരിച്ചാ കിടക്കുന്നത്, സത്യമാണ്. ഇത് നോക്കുമ്പം ഞാൻ വായിച്ചേൽപ്പിക്കാം. ശ്രീമതി രത്നാഭായിക്ക് ഗാന്ധിഭവൻ കുടുംബത്തിൻ്റെ സ്നേഹവും ഉപഹാരം, ഗാന്ധിഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റ്, ഫോൺ നമ്പരൊക്കെ. അത് ഇങ്ങനെ പിടിക്കുമ്പം ഇത് തിരിച്ചേ കാണും അക്ഷരങ്ങൾ, അതാ സംഭവം. ഇങ്ങനെ എല്ലാവർക്കും മക്കളെ സന്തോഷം. എനിക്ക് ഇനിയും പോകണം. നമുക്കത് അതേ ഉള്ളു മക്കളെ, കൊണ്ടുപോകാൻ നമുക്ക് സന്തോഷം സ്നേഹവും. ഈശ്വരൻ സ്നേഹമാണ്, ഈശ്വരൻ ആനന്ദമാണ്. ആനന്ദം അനുഭവിക്കണമെങ്കിൽ, സ്നേഹം അനുഭവിക്കണമെങ്കിൽ സ്നേഹതീരത്ത് പോകണം, ഗാന്ധി ഭവനിൽ. അല്ല നമുക്ക് ആരും സ്നേഹം തരത്തില്ല. എന്താണെന്ന് എനിക്കറിയില്ല. നമ്മളെല്ലാവരെയും സ്നേഹിക്കും, പക്ഷെ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് സ്നേഹം ആർക്കും തരാൻ പറ്റത്തില്ല. ആ ഗാന്ധി ഭവനിൽ ചെന്ന സ്നേഹം കിട്ടും. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പോകണമെന്ന് എൻ്റെ മനസ്സിലെ ഉള്ളം പറഞ്ഞു. കാരണം ഞാൻ കുറേ വർഷം കൊണ്ട് സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ട്. ഇപ്പം മക്കളൊക്കെ എനിക്ക് കുറേ സ്നേഹം തരുന്നുണ്ട്, എന്നാലും കാണുന്നില്ലല്ലോ.
ഏത് മക്കളാ ഈ ഈ ഞാനിടുന്ന പിന്നെ വീഡിയോ വായിക്കുന്ന മക്കളുടെ സ്നേഹം അതൊക്കെ നിത്യമാണോ? അതൊക്കെ ഇത് 2 ദിവസം ഇട്ടില്ലെങ്കിൽ അതെല്ലാം അങ്ങ് മറന്നു പോകും. ഒരു സ്നേഹതീരം എന്നൊരു സ്നേഹതീരം തന്നെയാണ്. അതിനവിടെ തടസ്സമല്ല, ഒഴുകിക്കൊണ്ടേ ഇരിക്കുക. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ഇനി അവിടെ പോകണം. നമ്മളാൽ ഒക്കുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കാം, എല്ലാം ചെയ്യാം. ആനന്ദമാണ്. നമ്മെപ്പോലെ നമുക്ക് മറ്റൊന്നും ഈ ലോകത്തുനിന്ന് കൊണ്ടുപോകാനായിട്ടില്ല. ഭഗവാനോട് അടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറേ മക്കളെ കാണുകയും സ്നേഹിക്കുകയും അവരുടെ സ്നേഹം ഇങ്ങോട്ട് തട്ടുകയും ഈശ്വരൻ നമ്മളിൽ നമ്മൾ ഈശ്വരനാവുന്ന ഒരു അനുഭൂതിയാണത്. അത് വല്ലാത്തൊരു അനുഭൂതി. എന്ത് സ്നേഹമാണ്. നമുക്കിനി ഇത് വായിക്കാം. രാമായണം നമ്മൾ ഇന്നലെ വായിച്ചത്. നാരദ മഹാമുനി അമ്പലത്തിൽ നിന്ന് പ്രത്യക്ഷമായി ശ്രീരാമ ഭഗവാനും സീതാദേവിയും സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ നാരദ മഹാമുനി മുമ്പിൽ പ്രത്യക്ഷമായി. അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ ബാക്കി വായിക്കാം. ശ്രീരാമ ഭഗവാൻ പരമാത്മാവ്, കർമ്മം ഒന്നും ചെയ്യാൻ കർമ്മങ്ങളൊന്നും വേണ്ടാത്ത ഭഗവാൻ പരമാത്മ. എന്നാൽ അവിടെ ശരീരം എടുത്തതുകൊണ്ട് ഗൃഹസ്ഥനായി. ലോകം ഭഗവാന്റെ കുടുംബം. അവിടെ ഗൃഹനാഥ സീതാദേവി അങ്ങനെ വന്നു. അതുകൊണ്ട് പുത്രമിത്ര അർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ. ഇതൊക്കെ പറയുന്നു ആരാണ്? നാരദ മഹാമുനി. അതായത് മാരാരിയും നാരായണൻ, നീ, രമാദേവി, ജാനകി, അങ്ങനെ ഓരോന്നും പുരുഷലിംഗം പുല്ലിംഗം പരമാത്മാവായ ശ്രീരാമനാണെങ്കിൽ അല്ലെങ്കിൽ കൃഷ്ണനാണെങ്കിൽ ഇങ്ങനെ അവതാര പുരുഷന്മാർ. പുല്ലിംഗമാണെങ്കിൽ ദേവി സീതാദേവി അല്ലെങ്കിൽ രുക്മിണി അല്ലെങ്കിൽ രാധ അല്ലെങ്കിൽ ഭൂമി, ഇതൊക്കെ സ്ത്രീലിംഗം അമ്മ. അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സുദ്രുമം നീലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിധേ. സൽഗുണത്തിൻ്റെ വാരിധി, സമുദ്രം പോലെ സൽഗുണമുള്ള ഭഗവാൻ പരമാത്മാവായ ശ്രീരാമനെ നാരദ മഹാമുനി സൽഗുണവാരിധേ എന്ന് പറയുന്നു. സത്യപരാക്രമ. യാതൊന്നു പുല്ലിംഗവാചകം. ഏതാണ് പുരുഷവാചകം? പുല്ലിംഗം. അതെല്ലാം വേദാന്ത വേദ്യ തൽ സർവവും ഏവ നീ. അത് സർവവും ഏവം നീയാണ്. പരമാത്മാവായ ശ്രീരാമനാണ്. പുല്ലിംഗം ഏവ. ഏതാണ് അത്? കാക്കയാണോ പൂച്ചയാണോ? പുല്ലിംഗം വെച്ചാൽ അവിടെ ആണിൻ്റെ വാചകം. അത് ഭഗവാൻ പരമാത്മാവാണ്. ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതെന്നതൊക്കവേ ജാനകി ദേവിയും. അതെല്ലാം സ്ത്രീലിംഗമെല്ലാം അമ്മ ദേവിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആരാണ്? ദേവിയാണ്. നമ്മൾ ഈ സ്ത്രീകളെല്ലാം ദേവിയും, പുരുഷന്മാരെല്ലാം പരമാത്മാവായ അവതാര പുരുഷന്മാർ. ശ്രീരാമനെങ്കിൽ അങ്ങനെ, അതല്ല പരമാത്മാവായിട്ട് ചിന്തിച്ചാൽ അങ്ങനെ. അവതാര പുരുഷൻ ആരാണോ അതെല്ലാം നമ്മൾ നോക്കുമ്പോൾ അല്ലാതെ മറ്റൊന്നും തന്നെ നാരദ മഹാമുനി പറയുന്നു ഒന്നുമല്ലാതെ കാണുവാനില്ല. സർവ്വതും പുല്ലിംഗം പരമാത്മാവും, സ്ത്രീലിംഗം ദേവി അമ്മയും. അപ്പോൾ ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടോ കാണാൻ നമുക്ക് പ്രത്യേകിച്ച് അന്യതായിട്ട്? സർവവും ഏകം, എല്ലാം പരമാത്മാവ് തന്നെയാണ്. ആ പരമാത്മാവിനെ തന്നെ ഭാര്യയാണ് ആ ചിന്മയി. അത് രണ്ടും കൂടെ ചേർന്ന ഒന്നാണ് ശിവശക്തി എന്ന് പറയാം. എടുത്ത് പറയുമ്പോൾ അമ്മ ലോകമാതാവെന്നും പിതാവെന്നും പരയും പരനും. നമുക്ക് പര എന്ന് പറയാം അമ്മയും, പരൻ എന്ന് പറയുന്ന പിതാവും. ഇത് രണ്ടോടെ ചേർന്ന പരബ്രഹ്മ വസ്തുവാണ്. നിഷ്കള വസ്തു ബ്രഹ്മം. ഇവിടെ അവതാരം എടുത്തതുകൊണ്ടാണ് രണ്ടായിട്ട് വന്നത്, അമ്മയായും പിതാവായും. നിങ്ങളിരുവരും എന്നിയെ മറ്റൊന്നും എങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ. നാരദ മഹാമുനി പറയുന്നു, നിങ്ങൾ രണ്ടുപേരും അല്ലാതെ ഇവിടെ വേറൊന്നും മറ്റൊന്നും അദ്ദേഹം കണ്ടില്ല, കാണുവാനുമില്ല, കേൾപ്പാനുമില്ല. അപ്പോൾ ഇവിടെ സർവ്വതും, അതായത് നമ്മളും അന്നുണ്ടെങ്കിൽ നമ്മളും കാണാതെ മൊത്തവും ഇവരല്ലാതെ മറ്റൊന്നിനെയും അന്യതായി കാണുവാനില്ല. നമ്മൾ എന്താ അത് മനസ്സിലാക്കണം? നമ്മളും അങ്ങനെ തന്നെ കാണണം. ആ സ്നേഹതീരത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് അവിടെ കാണുന്നതെന്ന്. ഞാനും നീ എന്നുള്ള മമതയില്ല, വ്യത്യാസമില്ല, ഭേദമില്ല, സമദൃഷ്ടി. ഈ സമദൃഷ്ടി എന്താ? സർവ്വതും പരമാത്മാവാണ്, മാതാവാണ്, പിതാവാണ്, വേറൊന്നും അന്യതായില്ല. അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞ് അറിഞ്ഞ് എങ്ങനെ സേവിച്ചു കൊള്ളൂ ജഗൽപദേ. ഇങ്ങനെയുള്ള പരമാത്മാവിനെ എങ്ങനെയാണ് മറ്റുള്ളവർ തിരഞ്ഞറിയുന്നത്? എങ്ങനെയാണ്?
അത് പറഞ്ഞാലെങ്ങനെ പറ്റുന്നത് മനസ്സിലാക്കി ഒരു യോഗി, ഒരു യഥാർത്ഥ ജ്ഞാനിക്ക് മാത്രമേ ഇത്, നാരദ മഹാമുനിക്ക് അങ്ങനെ പറയുന്നെങ്കിൽ അദ്ദേഹം ഇതെല്ലാം അറിഞ്ഞ ആളാണ്, അതുകൊണ്ടല്ല ഇത് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നമുക്കാർക്കും ഇത് അറിയാൻ പറ്റുമോ? ഒരു യഥാർത്ഥ ജ്ഞാനിക്ക് മാത്രമേ ഇത് ഇങ്ങനെ തിരഞ്ഞറിയാൻ പറ്റൂ. എന്താ കാരണം? നമ്മൾ ഭഗവാന്റെ ചരിത്രങ്ങൾ കേട്ടും കണ്ടും വായിച്ചും മനസ്സിലാക്കിയും ഭക്തി വർദ്ധിച്ചും യഥാർത്ഥ ജ്ഞാനിയാകുമ്പോൾ സർവ്വതും ഏകമയം പരമാത്മാ, സർവ്വതും ശക്തിമയം അല്ലെങ്കിൽ ബ്രഹ്മമയം, സർവ്വതും വിഷ്ണുമയം, അല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ ഇല്ല. മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂന അവ്യാകൃതമായതും. ഭഗവാന്റെ മായയിൽ തന്നെയാണ് മൂടിയിരിക്കുന്നത്, നമുക്ക് കാണാൻ പറ്റാതെ ഈ പരബ്രഹ്മം. പിന്നെ അതിങ്കിൽ നിന്നുണ്ടായി മഹത്തത്വം എന്നത് അതിങ്കിൽ നിന്നുണ്ടായി സൂത്രവും. സർവാത്മകമായ ലിംഗം അതിങ്കിൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണ ഇന്ദ്രിയ ജാല സംയുക്തമായ ഒന്നല്ലോ. അങ്ങനെ എന്താ ഉർവീപതേ പുനരുണ്ടായി ചമഞ്ഞു. സർവാത്മകമായ ലിംഗം അതിങ്കിൽ നിന്നുണ്ടായി. സർവാത്മകമായ ഭഗവാൻ സർവാത്മാവാണ്. അങ്ങനെയുള്ള ഭഗവാനിൽ നിന്ന് ലിംഗം അതിങ്കിൽ നിന്നുണ്ട ഉർവീപതേ, ഉർവീശ ഭൂമിയുടെ ഭർത്താവേ, ഭൂമി ദേവിയാണല്ലോ നമുക്ക് പ്രപഞ്ചത്തിൽ അമ്മയായുള്ളത്. ആ ഭൂമിയുടെ ഭർത്താവായ പരമാത്മാവേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാര ബുദ്ധി പ്രാണങ്ങൾ അഞ്ചും ഇന്ദ്രിയജാലം പഞ്ചേന്ദ്രിയങ്ങളും സംയുക്തമായ ഒന്നല്ലോ. ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ട്, നിർമ്മലന്മാർ ജീവനെന്ന് ചൊല്ലുന്നിതും. അങ്ങനെയാണ് ഇവിടെ ജനനവും മരണവും സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. നിർമ്മലന്മാരൊക്കെ ഇതേ ജീവനെന്ന് ചൊല്ലുന്നിതു. അത് പരമാത്മാവിൻ്റെ അംശമാണ് എല്ലാ സൃഷ്ടിയിലും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ജീവാത്മാവെന്ന് പറയുന്നു. നാം ഓരോരുത്തരും പരമാത്മാവാണല്ലോ, അതിനെ ജീവനായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ജീവാത്മാവെന്ന് വിളിക്കുന്നു. അതാണ് നമ്മുടെ ദേഹമാകുന്ന ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ചൊല്ലാവതല്ലാതെ അനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധി എന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളൊരു ഉപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായത് അന്യൂനനാം പരൻ തദ്ദുഃഖതൻ വിഭോ. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവ് രാജീവലോചനാകുന്ന നീയല്ലോ. അങ്ങനെ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി, അങ്ങനെ ആരാ? ഉപരിസ്ഥിതനായി സർവ സാക്ഷിയായി നിൽക്കുന്നു തേജോമയനായ പരൻ പരമാത്മാവ് രാജീവലോചനാകുന്ന പരമാത്മാവ്. ആരാ രാജീവലോചനൻ? ഈ ശ്രീരാമനല്ലോ. നിങ്ങൾ നിന്നുണ്ടായി വരുന്നതു ലോകങ്ങൾ, പരമാത്മാവിൽ നിന്നുണ്ടായി ലോകങ്ങൾ. നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും അവിടെ തന്നെ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻ കളിയാകുന്നതൊക്കെ ഓർക്കും വിധോ. ഇതെല്ലാം പരമാത്മാവിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. സർവ്വതും പ്രളയം വരുമ്പോൾ തന്നെ നമുക്കറിയൂടെ എല്ലാം പരമാത്മാവിൽ ആവാഹിച്ച് നമ്മളെ മൊത്തം അങ്ങ് ആ ഉള്ളിലാക്കുന്നു പ്രളയത്തിൽ. അപ്പം അതുപോലെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഓരോരുത്തരും അങ്ങനെ ലയം പ്രാപിക്കുന്നു, പരമാത്മാവിൽ ലയിക്കുന്നു. എങ്ങനെ പറ്റും? ഒരു യോഗി ഈശ്വരനെ ധ്യാനിച്ച് ഭക്തിയിൽ ഉറച്ച് പരമാത്മാ ചൈതന്യം ഏറ്റുവാങ്ങി ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി നമ്മൾ തന്നെ പ്രാർത്ഥനയിൽ കൂടി ഈശ്വരനും നാമും ഒന്നായി ലയിക്കുന്നു. പ്രളയം വന്നാൽ സർവ്വതും പരമാത്മാ ലയിക്കുന്നു. അത് എല്ലാത്തിനെയും ഈശ്വരൻ തന്നെ വഹിക്കുന്നു. അപ്പം നിങ്ങളത്രേ ലയിക്കുന്നത് ഒക്കവേ നിൻ കളിയാകുന്നു. ഇതെല്ലാം പരമാത്മാവിൻ്റെ കളിയാണ്. അതൊക്കെ ഓർക്കും വിധു. കാരണം എല്ലാറ്റിനും ഭവാൻ നിർണയം. ഇതിനെല്ലാം കാരണം എല്ലാത്തിനും എന്താ? ഭഗവാൻ തന്നെയാണ് ഇതിനെല്ലാം സാക്ഷി നിർണയം. നാരായണ നരകാരേ നരാധിപ ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു. നമുക്കെല്ലാം ഒരു കുഴപ്പമുള്ളത്, കയറിനെ കണ്ടിട്ട് പാമ്പ് എന്ന് പറയുന്നത് പോലെ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ ആരാണെന്ന് നമ്മൾ നമ്മൾ ധരിക്കുന്നു നമ്മൾ ദേഹമാകുന്നെന്ന്. രജ്ജു കയറിനെ കണ്ടിട്ട് സർപ്പം എന്ന് പറയുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ഈ ദേഹമാണ് നാം എന്ന് കരുതുന്നു. എന്നാൽ നമ്മുടെ ദേഹത്തിനകത്ത് ജീവാത്മാവാകുന്ന പരമാത്മാവിൻ്റെ അംശമാണ് ഞാനെന്ന് പറയുന്നത് എന്ന് നമ്മളത് തിരിച്ചറിയുന്നില്ല. എങ്ങനെ? കയറിനെ കണ്ടിട്ട് പാമ്പെന്ന് പറയുന്നത് പോലെ യഥാർത്ഥമായ ഉണ്മ, ആ സത്യത്തെ തിരിച്ചറിയാതെ
നമ്മളെല്ലാവരും ദേഹമാണെന്ന് കരുതി പോന്ന്. അത് ശരിയാണോ? എല്ലാവരും അങ്ങനെ ഞാനെന്ന് പറയുന്നതെല്ലാം എൻ്റെ ഈ ശരീരമാണെന്നാണ് സർവ്വപേരും വിചാരിക്കുന്നത്. യോഗികൾ മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ. അതുകൊണ്ട് ജീവനും രജ്ജുവിങ്കൽ കയറെങ്കിൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഭയം ഉണ്ടാകുന്നത്. നമ്മൾ യഥാർത്ഥത്തിനെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഞാനെന്നുള്ളൊരു വസ്തു നമ്മളിലുണ്ട്. ഇങ്ങനെ നമ്മളാണത്. ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് ഈ ദേഹം എന്താ? ഞാനെ കൊണ്ടുനടക്കുന്ന ഒരു കൂടാരം, ഒരു വണ്ടി, ഒരു വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തെയാണ് എല്ലാവരും ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നെങ്കിലും നമ്മളെല്ലാവരും പറയുന്നില്ലേ, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ വായി, എൻ്റെ കൈ, എൻ്റെ കാല്. അപ്പോൾ എൻ്റെ എന്നുള്ളത് വേറെ ഒരാളാണെന്ന് മനസ്സിലാവാമേ. പറച്ചിലെല്ലാം ഇങ്ങനെയാണ്, പക്ഷേ ഉള്ളിൽ അറിയുന്നില്ല. അപ്പോൾ ഞാനെന്നുള്ള വസ്തു, ജീവാത്മാവ് ആണ് ഈ ഞാൻ. അത് പരമാത്മാവിൻ്റെ അംശം. അപ്പോൾ അതിനെ തിരിച്ചറിയാത്തത്തോളം കാലം എന്ത് വരുന്നത്? നമുക്ക് എന്താ തെറ്റിദ്ധാരണ? രജ്ജു, കയറിനെ കണ്ടിട്ട് പാമ്പാണെന്ന് പറയുന്നു. അതായത് യഥാർത്ഥത്തെ അറിയുന്നില്ല, അത് സർപ്പത്തെ ആണെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ അവിടെ ഭയം ഉണ്ടാകുന്നു. അതായത് ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യുദുഃഖാദികൾ. നേരെ ഇത് പരമാത്മാ ഞാനെന്നറിയുമ്പോൾ, അപ്പോൾ നമ്മളിരിക്കുന്നത് കയറല്ല, അത് പാമ്പാണോ? അല്ലെ പാമ്പല്ല. യഥാർത്ഥത്തിൽ പാമ്പിനെ കണ്ടിട്ട് കയറാണെന്ന് ചിന്തിക്കുന്നത് പോലെ, അല്ലെ കയറിനെ കണ്ടിട്ട് പാമ്പാണെന്ന് ചിന്തിക്കുന്നത് നമുക്ക് തിരിച്ചറിയുന്നത് നമ്മൾ ആരാണെന്ന്. ഈ ഞാനിനെ തിരിച്ചറിയുമ്പോൾ നമുക്ക് ഭയമൃതി, മരണത്തിന് ഭയമില്ല. പിന്നെ എന്താ? ഈശ്വരനാണല്ലോ നമ്മളെ ഉള്ളിലിരിക്കുന്നത്. തന്നെ ഈശ്വരനെ ആരെങ്കിലും ഭയക്കുമോ? ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈശ്വരനെ ഭയക്കുമോ? സർവത്തിലും ഈശ്വരനാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മരണത്തെയോ ഒന്നും ഭയം ഉണ്ടാകത്തില്ല. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ, എന്നിലിരിക്കുന്ന ഞാൻ ഈശ്വരനാണെന്ന് അറിയുന്ന ഒരു വ്യക്തിക്ക് മരണത്തെ ഭയക്കണ്ട, ഒന്നിനെയും ഭയക്കണ്ട. അവിടെ ആരാ പിന്നെ ഉള്ളേ? ഭയക്കാനുള്ള ആളാണോ നമ്മളിരിക്കുന്ന ഈ ശരീരത്തിൽ കുടികൊള്ളുന്നത്? ഈശ്വരനല്ലേ. അവിടെ എന്തിനു ഭയക്കണം? മരണം വന്നാൽ എന്തിനു ഭയക്കണം? പരമാത്മാവല്ലേ നമ്മുടെ ഉള്ളിൽ. ആ ഭഗവാനോടങ്ങ് ചേരുവല്ലേ. അതിന് ജീവൻ മുക്തനായി അതിന് മുമ്പേ തന്നെ അങ്ങ് വിലയം പ്രാപിക്കുമല്ലേ നമ്മൾ. ഒരു യഥാർത്ഥ യോഗി പരമാത്മാവിൽ എപ്പോഴും ലയിച്ച് തന്നെ ഇരിക്കും, ആനന്ദപ്രദമായിട്ട് തന്നെ ഇരിക്കും. അതാണ് ജീവൻ മുക്തൻ. സർവ്വതും ത്യജിച്ചിട്ട് അങ്ങനെയുള്ള സന്യാസിമാരുടെ കാര്യമാണ് പറയുന്നത് ഇതിനകത്ത്. ഇതിപ്പോൾ അതാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ലോകത്തിൽ പല പല രീതിയിൽ ഭക്തന്മാരുണ്ടെങ്കിലും അത്രത്തോളം എത്താത്ത ഭക്തന്മാർക്ക് പോകെ ഭക്തി വർദ്ധിച്ച് ഇതെല്ലാം അറിവെല്ലാം കിട്ടുമ്പോൾ നമുക്ക് ആ രീതിയിൽ ആകാം. ചില ഒന്നോ രണ്ടോ ജന്മങ്ങൾ എടുത്തെന്നിരിക്കും, ചിലപ്പോൾ ഈ ജന്മം തന്നെ വന്നെന്നിരിക്കും. അതിൽ നമ്മുടെ പ്രവൃത്തി പോലെയും നമ്മുടെ ആർത്തി പോലെയും ഇരിക്കും. നമുക്കങ്ങനെ ആകണമെന്ന് ആർത്തി ഉണ്ടെങ്കിൽ ഭഗവാൻ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും എന്താണ്? ഭവഭയം മൃത്യു ദുഃഖാദികൾ. നമുക്ക് മൃത്യു എന്നുള്ള ദുഃഖവും ഇല്ല, അവിടെ സുഖവും ഇല്ല. സമദൃഷ്ടി, സമചിത്തത. ഇവിടെ ദുഃഖം വന്നാലോ ഒന്നും നമ്മൾ അറിയത്തില്ല. എന്താ പിന്നെ നമ്മുടെ സന്തോഷം, ആനന്ദമായി ഏത് സമയത്തും. എന്താ കാരണം? നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ഈശ്വരനാണല്ലോ, പരമാത്മാവാണല്ലോ. അവിടെ എപ്പോഴും പരമാത്മാവിൻ്റെ ചിഹ്നം എന്താണ്? ആനന്ദം. പരമാത്മാവിന് അരൂപമാണ്, രൂപമില്ല. എന്നാൽ നമ്മളെല്ലാം ഓരോ രൂപങ്ങളായതെല്ലാം ആ പരമാത്മാവ് തന്നെയാണ്. ഏകത്വമായ ഈശ്വരനെ നാനാത്വമായി നമ്മൾ കാണുന്നത്. നാനാത്വം വെച്ചാൽ നമ്മളെല്ലാവരും ഓരോരോ രൂപം. നമ്മളൊക്കെ ശ്രീരാമൻ ഒരു രൂപമെടുത്തു, ഭഗവാൻ കൃഷ്ണൻ ഒരു രൂപം എടുത്തു. പക്ഷേ 100% പരമാത്മാവ് തന്നെ. നമുക്ക് അങ്ങനെയൊന്നും ആവാറായില്ല. അങ്ങനെയൊക്കെ ആവണമെങ്കിൽ നമ്മൾ കുറേ ജന്മങ്ങളിങ്ങനെ എടുത്തെടുത്ത് അങ്ങനെ ആകാൻ ശ്രമിക്കണം. ജോലി ചെയ്യാതെ വെറുതെ കിട്ടൂ, പ്രയത്നിച്ചെങ്കിലല്ലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ത്വൽകഥ നാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിൽ ഉണ്ടായി വരും ക്രമാൽ ഭക്തിയും. ത്വൽകഥ ഭഗവാന്റെ കഥകൾ, നാമങ്ങൾ ചൊല്ലുകയും അത് കേട്ട് ശ്രദ്ധയോടുകൂടി ഒരു ഭക്തനടുക്കൽ, ഒരു സജ്ജനത്തിനടുക്കൽ ചെന്നിരിക്കുമ്പോൾ, സജ്ജനം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല വിവരമുള്ള, ഭഗവാനെ പറ്റി പറഞ്ഞു തരാനുള്ള കഴിവുള്ള ഒരു ജ്ഞാനി. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആരായിരിക്കും ഈ പറഞ്ഞു തരുന്നത്? ഈശ്വരനായിരിക്കും. അല്ല സാധാരണ ഒരു ഭക്തനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. യഥാർത്ഥ ജ്ഞാനത്തെ അറിയുന്ന ഈശ്വരനെ അറിഞ്ഞാൽ എന്തോരും അത് ഈശ്വരനായി മാറും ആ ഭക്തൻ. അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ വാക്കുകൾ
കേൾക്കുക, ഭക്തി വർദ്ധിക്കുക, ശ്രവണം ചെയ്യുക. കേട്ട് 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 നമ്മുടെ ഉള്ളിലും പതിയും. എങ്ങനെ? പതുക്കെ പതുക്കെ പോയി നമ്മളും നന്നായി ആനന്ദിക്കും. കേട്ട് കേട്ട് ഭക്തി വർദ്ധിച്ചിട്ട് ഈശ്വര കഥകളെല്ലാം മനസ്സിലാകുമ്പോൾ ത്വൽകഥ നാമ ശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും. അങ്ങനെ ഭക്തി വർദ്ധിച്ച് വരും. ത്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിൽ ഉദിച്ചിടും. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഭക്തി മുഴുക്കുമ്പോൾ എന്താ ഉദിക്കുന്നത്? ഇപ്പോൾ എനിക്ക് ഗാന്ധി ഭവനിൽ പോകുന്ന ഒരു ചിന്തയേ എനിക്കില്ലായിരുന്നു. അങ്ങനെ ഒരിക്കലും അങ്ങനെ എനിക്ക് ഇന്നത്തെ പോകണം, ഞാൻ എങ്ങും പോകാറില്ല. പെട്ടെന്നുണ്ടായി എൻ്റെ ഉള്ളിലൊരു ഇങ്ങനൊരു ഉദിപ്പ്, എനിക്കൊന്ന് പോകണം. അങ്ങനെ അതുപോലെ നമ്മുടെ ഉള്ളിൽ ഓരോന്ന് തോന്നിപ്പിക്കും. എന്താ? ത്വൽപാദ പങ്കജഭക്തി മുഴുക്കുമ്പോൾ അത് അങ്ങേയറ്റം എത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ അത് വന്നിരിക്കും, അതിന് തോന്നലുണ്ടാകും. അപ്പോൾ ത്വൽബോധവും മനക്കാമ്പിൽ ഉദിച്ചിടും. അതാണ് നമ്മുടെ മനക്കാമ്പിൽ അങ്ങനെ ഉദിക്കുന്നത്. അതൊരു വേദനയാണ്. പോയില്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടി നമ്മളെ കൊണ്ട് പോക്കിക്കും. നമുക്ക് തന്നെ തോന്നും, ഇപ്പം എനിക്ക് ഇത് ഇടണം, ഇത് യൂട്യൂബിലൊക്കെ ഇട്ട് എല്ലാവർക്കും 4 അക്ഷരങ്ങൾ എനിക്കറിയാവുന്ന LKG UKG അല്ലെ 1ാം ക്ലാസ്, ഇതൊക്കെ എനിക്കറിയാവൂ. ഇത് നിങ്ങൾക്കെല്ലാ മക്കൾക്കും തരണമെന്ന് എൻ്റെ ഉള്ളിലെ വേദനയാണല്ലോ. ആ ഉള്ളിലൊരു ഉൾക്കാമ്പുദിച്ച് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്നത്. അതുപോലെ നമുക്ക് ഇന്നത് ചെയ്യണം, ഇന്നത് പോകണം, ഇന്നത് കാണണം, അത് നമ്മുടെ ഉള്ളിൽ ഉദിക്കും. വേണ്ടുന്നത്, വേണ്ടാത്തതൊന്നും ഉദിക്കത്തില്ല. ഒരു ഭക്തന് വേണ്ടാത്ത ഒന്നും തന്നെ ഉള്ളിൽ ഉദിക്കത്തില്ല. ഈശ്വരന് ഇഷ്ടമുള്ളതേ ഉദിക്കത്തുള്ളൂ. അതുകൊണ്ട് ത്വൽബോധവും മനക്കാമ്പിൽ ഉദിച്ചിടും. ഭക്തി മുഴുത്ത് തത്വജ്ഞാനം ഉണ്ടായാൽ മുക്തിയും വന്നിടുമില്ല, ഒരു സംശയവും ഇല്ല. ഭക്തി മുഴുത്ത് തത്വജ്ഞാനം, പരമാത്മാവാകുന്ന ഈശ്വരജ്ഞാനം, തത്വം, അത് തത്വമസി, സർവ്വതും നാം എല്ലാം ഈ കാണുന്ന മൊത്തവും ആരാ? ഞാൻ തന്നെയാകുന്നു. ഞാനല്ലാതെ, അത് ഈശ്വരനല്ലാതെ ഇവിടെ ഞാനോ മറ്റോ ആരും വേറൊന്നും തന്നെ ഇല്ല. ഈ തത്വം നമ്മൾ ജ്ഞാനം ഉദിക്കും. ഭക്തി മുഴുത്തിട്ട് എല്ലാം ഒന്നായി കാണാൻ കഴിയും. അവിടെ ഈശ്വരൻ്റെ അംശമല്ലാതെ ഒന്നിലും വേറുകൃത്യം ഇല്ലാതെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഇതെല്ലാം ഭഗവാന്റെ മായ, ഇതെല്ലാം ഭഗവാന്റെ രൂപങ്ങൾ, കാണാതെല്ലാം ഭഗവത് രൂപങ്ങൾ, കേൾക്കുന്നതെല്ലാം ഭഗവാന്റെ നാമങ്ങൾ. അപ്പോൾ കാണുന്നതെല്ലാം ഭഗവാന്റെ രൂപം, കേൾക്കുന്നതെല്ലാം ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുന്നു, നമ്മൾ ചൊല്ലുന്നതും ഭഗവാൻ. ഇതെങ്ങനെ പറയുന്നതും എല്ലാം അങ്ങനെയായി വരും. അങ്ങനെ ഭക്തിമെടുത്ത് തത്വജ്ഞാനം ഉണ്ടായാൽ മുക്തിയും വന്നിടും, ഇല്ല ഒരു സംശയവും അതിന് വേണ്ട. ത്വൽഭക്ത ഭൃത്യഭൃത്യന്മാരിൽ ഏകനം അല്പജ്ഞനാം എന്നെയും കരുതേണമേ. ഇവിടെ നാരദ മഹാമുനി പറയുന്നു, ഞാനും ഭൃത്യഭൃത്യന്മാർ, അത് ഭഗവാന്റെ, ശ്രീരാമ ഭഗവാന്റെ ദാസന്റെ ദാസന്റെ ദാസനായിട്ട് അല്പജ്ഞനാണ്, ഒരറിവുമില്ലാത്ത എന്നെ അങ്ങനെ കരുതണമേ. ഭഗവാന്റെ ദാസന്റെ ദാസൻ, ഭൃത്യഭൃത്യ എന്ന് വെച്ചാൽ ഭഗവാന്റെ യഥാർത്ഥ ദാസന്റെയും ദാസനായിട്ട് അത്രമാത്രം താഴേക്കാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കണം. ഏറ്റവും എളിമ അതാണ്. നമുക്ക് ബൈബിളിലുണ്ട്, സ്വർഗത്തിൽ നമുക്ക് വലിയവനാണെങ്കിൽ എന്ത് വേണം? ഇവിടെ ചെറിയവനാകണം. ഇവിടെ വസിക്കുമ്പോൾ എളിമ, താഴ്മ, എല്ലാവരിലും എളിമ. അപ്പം നാരദ മഹാമുനി എന്താ പറയുന്നേ? ഭക്ത ഭൃത്യഭൃത്യന്മാരിൽ ഏകനെന്ന അല്പജ്ഞനാം എന്നെ, ദാസദാസന്മാരിൽ ഒരുത്തനെന്ന് എന്നെ കരുതണമേ എന്നാ. അല്ലാതെ സ്വന്തം ഒരു ആദ്യത്തെ ദാസനല്ല, ഒറിജിനൽ മുമ്പേ ഉള്ള ദാസനല്ല, ഭഗവാന്റെ ഭൃത്യഭൃത്യന്മാരിൽ. അപ്പോൾ ഭൃത്യൻ്റെയും ഭൃത്യനായിട്ട് എന്നെ, അല്പജ്ഞനായ, അറിവില്ലാത്ത, അന്ധകാരമായിരിക്കുന്ന, ഒരു വെളിവില്ലാത്ത എന്നെ, അല്പജ്ഞനായ എന്നെ അങ്ങനെ കരുതണമേ ഭഗവാനെ എന്നാണ് ഇവിടെ പറയുന്നത്. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കണമേ. ഭഗവാന്റെ ഈ മായ, ഈ പ്രപഞ്ചം, ഈ നാരദ മഹാമുനി ഒരു ജ്ഞാനിയാണെന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹം ഇനി ഈ ലോകത്ത്, ഇപ്പം ശ്രീരാമ ഭഗവാൻ ഈ ലോക ചിന്തയിലേക്ക്, സംസാരത്തിലേക്ക് അവതാരം എടുത്തു. അങ്ങനെ ഭഗവാൻ അതിന് വേണ്ടി വന്നെങ്കിലേ നോക്കൂ. അതുകൊണ്ട് അതെടുത്ത് അങ്ങനെ ഈ ലോക ചിന്തയിൽ എന്നെ മോഹിപ്പിക്കല്ലേ. ഇല്ലെങ്കിൽ ഒരു സന്യാസിക്ക് പെട്ടെന്ന് മോഹം വന്നാൽ എന്തൊരു താഴേക്ക് പതിച്ചു പോകും. മുകളിലേക്ക് എത്തിയൊരു മനുഷ്യൻ, ആത്മാവിൽ നിറഞ്ഞ ഒരു ആനന്ദം അനുഭവിക്കുന്ന ഒരാൾ, എന്തെങ്കിലും മനസ്സുകൊണ്ടോ കണ്ണുകൊണ്ടോ കേൾക്കണമെന്നോ കാണാത്ത കാണുന്നൊരു ആഗ്രഹം, അല്ലെങ്കിൽ കഴിക്കാത്തത് കഴിക്കണമെന്ന ആഗ്രഹം വർദ്ധിച്ചാൽ, മോഹം അത് വന്നാൽ എന്ത് വരും? താഴേക്ക് പതിച്ചു പോകും. അത്രനാൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ ജ്ഞാനെല്ലാം പാടേ പോകും. അതുകൊണ്ട് അവിടെ പറയുന്നു, മായയാൽ, ഭഗവാന്റെ മായ അങ്ങനത്തെയാ. നമുക്ക് ഇപ്പം ശ്രീരാമ ഭഗവാൻ ഇവിടെ ഭൂമിയിൽ അവതരിച്ചുകൊണ്ട് എന്നാൽ എനിക്കും കുറച്ച് നാൾ ഭഗവാനോടൊക്കെ കഴിയാം എന്ന് നാരദ മഹാമുനി ചിന്തിച്ച് മോഹിച്ചാൽ പിന്നെന്ത് വരും? ഈ ലോകത്തിലേക്ക് കടന്നു പോകത്തില്ലേ? മനസ്സെല്ലാം
പിന്നെ ഈ സ്വർഗലോകത്തേക്ക് വല്ല ചാൻസും ഉണ്ടാവൂ? അതുകൊണ്ട് മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കണമെന്ന് നിത്യവും നമ്മളങ്ങനെ പറയണം. ഭഗവാനെ, എനിക്ക് ഭക്തി വർദ്ധിച്ച് ഭഗവാൻ ചേരണം, താഴേക്ക് എന്നെ വിടല്ലേ, എന്നെ മോഹിപ്പിക്കല്ലേ, എനിക്ക് അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം എന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് ചിന്തിപ്പിക്കല്ലേ, എന്നെ കാണിപ്പിക്കല്ലേ, എനിക്കങ്ങനെ പോകണ്ട. തൊന്നാഭിപങ്കജത്തിങ്കൽ നിന്ന് ഏകതാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിതാ. നാരദ മഹാമുനിയുടെ പിതാവാണ് ബ്രഹ്മാവ്. എവിടെ നിന്നുണ്ടായി? ശ്രീ ഭഗവാൻ നാരായണന്റെ നാഭിപങ്കജത്തിൽ താമരയിൽ ആരാ ഉണ്ടായത്? ബ്രഹ്മാവ്. ആരുടെ പിതാവ്? നാരദ മഹർഷിയുടെ പിതാവാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് ഈ നാരദൻ. അതുകൊണ്ട് മുന്നം ഉണ്ടായി ചതുർമുഖൻ ബ്രഹ്മാവിൻ്റെ, അത് എൻ്റെ മൽപിത, എൻ്റെ പിതാവ്, നിന്നുടെ പൗത്രൻ, അതാ നിന്നുടെ പൗത്രനായി ഭക്തനായി. അപ്പോൾ ഈ നാരദ മഹാമുനി മകൻ്റെ മകനാവും. പരമാത്മാവായ നാരായണൻ ഇവിടെ ശ്രീരാമൻ. ശ്രീരാമൻ്റെ പുത്രൻ അപ്പോൾ ആരാണ്? ബ്രഹ്മാവ്. ബ്രഹ്മാവിൻ്റെ മകനാണ് നാരദൻ. അപ്പോൾ ശ്രീരാമ ഭഗവാന് ഈ നാരദ മഹാമുനി പൗത്രൻ, പുത്രൻ്റെ പുത്രനാണ്. പുത്രൻ ബ്രഹ്മാവാണ്. ബ്രഹ്മാവിൻ്റെയും പുത്രനാവും കൊച്ചുമകൻ. അതുകൊണ്ട് നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. പിന്നെയും വീണ് നമസ്കരിച്ചെന്ന് ഇവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. അപ്പോൾ നാരദൻ ഭഗവാന്റെ കൊച്ചുമകനാണ്, പൗത്രനാണ്, അതായത് പുത്രൻ്റെ പുത്രൻ, ബ്രഹ്മാവിൻ്റെ പുത്രൻ. അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ, ഭക്തനായി മേവുന്ന എന്നെ ദിനം ദിനം അനുഗ്രഹിക്കണമേ എന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദ ബാഷ്പ പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. അങ്ങനെ ആനന്ദ ബാഷ്പ പരിപ്ലുത നേത്രനായി, കണ്ണിൽ കൂടെ ആനന്ദ ബാഷ്പം, ആനന്ദ കണ്ണുനീരൊഴുകിക്കൊണ്ട് വീണാധരൻ, അതായത് നാരദ മഹാമുനി വീണാധരച്ച വീണ വായിക്കുന്ന ആള്. അതുകൊണ്ട് നാരദനെ വീണാധരൻ എന്ന് പേരുണ്ട്. ആനന്ദ ബാഷ്പച്ച ആനന്ദ കണ്ണുനീര് വന്നു അദ്ദേഹം അങ്ങനെയുള്ള നേത്രത്തോടുകൂടി വീണാധരൻ മുനി പിന്നെയും പറയുന്നു. അത് നമുക്ക് ഇനി അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.